മേജർ അപ്ഡേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് ഈ ഏജൻറ്റ് വന്നത്, രണ്ടാമത്തത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഫയൽസ് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ .abc ഫയലിന് മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിനൊരു ഫിക്സ്, ഈ കാർ അതിനുള്ളൊരു ഉദാഹരണമാണ്. ഫിക്സ് വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെയുള്ളത് അസറ്റിനകത്ത് നമ്മൾ മെറ്റീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ സ്നാപ്പ് വഴി നമുക്ക് ഏതൊരു മെറ്റീരിയലും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പുറത്ത് നെറ്റിലൊക്കെ കാണുന്ന ഒരു മെറ്റീരിയലിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഓപ്ഷനാണ്. ഹലോ, നമസ്കാരം. ഇവരുടെ DeFi റെൻഡറിൻ്റെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 2.11 എന്ന് പറയും. ഇവിടെ ഓപ്പണായി കാണാം. ഒരു GB ഉണ്ടായിരുന്ന അപ്ഡേറ്റ്. അപ്പോൾ മേജറായിട്ട് ഇതിൽ വന്നിരിക്കുന്നത് ഒരു UI യൂസർ ഇൻ്റർഫേസിൻ്റെ ഒരു എന്താ പറയുക റീഡിസൈനാണ് ഇവിടെ കാണുന്നത്. മെയിനായിട്ട് വന്നിരിക്കുന്നത് D5ൻ്റെ ലോഞ്ചർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് D5 ലോഞ്ചറാണ്. ഇപ്പോൾ കാണുന്ന ഒരു വിൻഡോ ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. അല്ലേ, ഇപ്പോൾ അതിൻ്റെ ഒരു ലോഗോ ഒക്കെ മാറി. ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ D5 ലോഞ്ചറിൻ്റെ ലോഗോ അല്ലേ ഒരു ബ്ലാക്ക് ലോഗോയിലേക്ക് മാറിയിട്ട്. ഓക്കെ, അതിൽ മേജർ ചേഞ്ചസ് നോക്കുവാണെങ്കിൽ റീസെൻ്റ് എന്ന് പറഞ്ഞുള്ള ആ ഒരു സെക്ഷൻ ഇവിടെ ഇങ്ങനെ നമുക്ക് മൗസിൽ സ്ക്രോൾ ചെയ്ത് ഭാഗത്തിന് റീസെൻ്റ് സെക്ഷൻ വന്നു. താഴേക്ക് D5ൻ്റെ ഒരു പുതിയൊരു സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ D5 ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് വേണമെങ്കിൽ വെയിറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ അതായത് കുറച്ചും കൂടി ഹെവി അല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ D5 ലൈറ്റ് വരുന്നുണ്ട്. വർക്ക് ഫ്ലോയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം D5 ലൈറ്റ് ഉണ്ട്. മുകളിൽ റെൻഡർ ഉണ്ട്, നോർമൽ D5 റെൻഡർ ഉണ്ട്, D5 ലൈറ്റ് ഉണ്ട്, ജോയിൻ വെയിറ്റ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ സിങ്കുകൾ, അതായത് ലൈവ് സിങ്ക്, സ്കെച്ചപ്പിൻ്റെ, റെവിറ്റിൻ്റെ, 3ds Maxൻ്റെ ഒക്കെ സിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞായിരുന്നു. അത് മാറി ഈ വർക്ക് ഫ്ലോക്കിനകത്ത് തന്നെ സിങ്ക് എന്നുള്ള ഓപ്ഷൻ പ്രത്യേകമായിട്ട് വന്നു. D5 ലൈറ്റിലേക്ക് ജോയിൻ ചെയ്യാനുള്ള വെയിറ്റ് ലിസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ നോർമൽ D5 റെൻഡർ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വാട്ട്സ് ന്യൂ എന്നെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പഴയത് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. കാരണം ഇതെനിക്ക് അപ്ഡേറ്റ് ആയെങ്കിലും മൊത്തത്തിൽ എവിടെയും അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് ഞാൻ കണ്ടത്. വാട്ട്സ് ന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല. അപ്പം ഇതിനകത്ത് പക്ഷേ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പുതിയത് കണ്ടിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ D5 റെൻഡറിനകത്ത് ഇപ്പോൾ കറൻറ്റ് വെർഷൻ കാണാം. എവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കണം, അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നെ. പിന്നെ നേരത്തെ ഒരു എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ സൈഡിൽ. ആ എക്സ്പ്ലോർ പേജിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ ഹോമിൽ പോയി കഴിഞ്ഞാൽ താഴെ കണ്ടോ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നും പറഞ്ഞിട്ട് ഉള്ളതിലൊക്കെയാണ് എക്സ്പ്ലോർ പേജിലുണ്ടായിരുന്നത്. അത് ഇവിടെ ആയിട്ടും അതുപോലെ വർക്ക് ഫ്ലോയിനകത്തുള്ള ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ എക്സ്പ്ലോർ പേജിലുണ്ടായിരുന്നൊക്കെ കിടപ്പുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ D5 റെൻഡറിൻ്റെ വെബ്സൈറ്റിൽ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ടൂൾസ് എന്തൊക്കെയാണ്, ആനിമേഷൻ എന്തൊക്കെ ചെയ്യുക, അസറ്റ് ലൈബ്രറി എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയായിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയത് D5 ലൈറ്റ് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. കമ്മിങ് സൂണാണ്. അത് ഇപ്പോഴേ അപ്ലൈ ചെയ്യുക, കാരണം ഇത് ലോഞ്ച് ആയി കഴിയുമ്പോൾ വേണ്ടവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സിസ്റ്റം കുറച്ച് സ്പെക്ക് കുറഞ്ഞാണെങ്കിൽ അപ്ലൈ ചെയ്തിട്ടേക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ നമ്മൾ ഹോമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ ന്യൂ ഉണ്ട്, നമ്മുടെ പഴയത് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താലും ന്യൂവും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ യൂസർ ഇൻ്റർഫേസിൻ്റെ ഫസ്റ്റ്, അതായത് D5ൻ്റെ ലോഞ്ചർ എന്ന സാധനം വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ അത്രയൊക്കെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ D5ൻ്റെ ഒരു വിൻഡോ ആയിട്ട് അത് ഓപ്പണായി വരും. നമുക്ക് പിന്നെ ഈ ഒരു യൂസർ ഇൻ്റർഫേസ്, നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ് ലാൻഡിങ് പേജ് എന്ന് പറഞ്ഞ ഈ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആക്കാൻ വേറെ വഴിയില്ലായിരുന്നു പിന്നെ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്കിയോ, ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ തന്നെ ഒരു സെപ്പറേറ്റ് വിൻഡോ ആയിട്ടാണ് ആ പ്രൊജക്റ്റ് വരുന്നത്. ഇപ്പോഴും നമ്മുടെ D5ൻ്റെ ഈ ലോഞ്ചർ ഇവിടെ കിടപ്പുണ്ട്. നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ നോക്കാം. മനസ്സിലായില്ലേ? അതായത് D5 ലോഞ്ചർ ഒരു സെപ്പറേറ്റ് ഒരു ആപ്പ് പോലെ ആയിട്ട് മാറി. D5ൻ്റെ പ്രൊജക്റ്റ് ഓപ്പൺ ആവുന്നത് സെപ്പറേറ്റ് ആയിട്ട് മാറി. അതാണ് രണ്ടിനും രണ്ട് ലോഗോ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെനിക്കൊരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. കാരണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നോക്കണോ, കാരണം ഒരു എക്സ്പ്ലോർ പേജൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണോ എന്നുള്ളതും ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സെറ്റിങ്സ് ഇവിടെ കിടപ്പുണ്ട്. സെറ്റിങ്സിൽ നേരത്തെ ഉള്ളതൊക്കെ പോലെയൊക്കെ തന്നെയാണ് വ്യത്യാസങ്ങൾ. എന്നാൽ ഈ ലോഞ്ചർ സെപ്പറേറ്റ് വന്നത് ഒരു പുതിയൊരു ഫീച്ചറാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വേറൊരു സാധനം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. കാരണം നമുക്ക് എപ്പോഴും ബാക്ക് ടു വെൽക്കം എന്നുള്ള ഓപ്ഷനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്.
കാരണം അങ്ങനെ ബാക്ക് അടിച്ച് പോകണം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആ ലോഞ്ചർ സെപ്പറേറ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ വന്നിട്ട് ലോഞ്ചർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ നേരത്തെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഞാൻ ഈ ഒരു സീനിലേക്ക് ഒന്ന് പോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ലോഞ്ചർ ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഈ ഒരു ഡി ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ഇവിടെ കണ്ടോ, ഒരു ഏജന്റ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പ്രോ വെർഷനിലായിരിക്കും അവൈലബിൾ. ഞാൻ ജസ്റ്റ് ഒന്നൊന്ന് ലോഗ് ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മിക്കവാറും ഇത് അല്ല, എല്ലാവർക്കും ആക്സസ് ഉണ്ടോ? ഇല്ല കേട്ടോ. ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാനിത് എടുത്തു കഴിഞ്ഞാൽ ഏജന്റ് എടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ പറയും. അത് തന്നെ പ്രോ വെർഷനിൽ അവൈലബിൾ അല്ല കറന്റ്. എന്നാലും ഏജന്റ് വന്നിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് പ്രോ വെർഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ അത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഏജന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ChatGPT ഒക്കെ പോലെ ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിനോട് ചോദിക്കാം. അത് എൻ്റെ യൂട്യൂബ് ചാനലിലൊന്നും ആവശ്യമില്ല എന്നുള്ള പറയുന്നത് പോലെയാണ്. ഇതിനകത്ത് തന്നെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ആസ്ക് മീ എനിത്തിങ് ഓർ സെലക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം അബവ്. ഇതിൽ തന്നെ കുറച്ച് പ്രീ ഡിറ്റർമൈൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ടു അപ്ലൈ ഫോർ D5 ഫോർ എഡ്യൂക്കേഷൻ, എൻ്റെ സീൻ എന്താ ക്രാഷ് ആവുന്നത്, എങ്ങനെ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യാം, ബാക്കപ്പ് ഫയൽസ് ഉണ്ടാക്കാൻ എന്നൊക്കെയുള്ള ഓപ്ഷനുകൾ ഇതിൽ തന്നെ ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പം അങ്ങനെ ഒരു ഏജന്റ് ChatGPT പോലെ ഒരു സാധനം വന്നിട്ടുണ്ട്. കൂടാതെ ഒരു സ്മാർട്ട് പ്ലാന്റിങ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാന്റ് ചെടികൾ വെക്കത്തില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. ഈ ചെടികൾ വെക്കാനായിട്ട് നമുക്ക് ഒരു ഏരിയ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇന്ന ചെടികൾ വേണം എന്ന് പറഞ്ഞു കൊടുത്താൽ അത് അവിടെ വരും. അങ്ങനെ ഒരു ഫീച്ചറാണ് ഇത് വന്നത്. നമ്മുടെ സ്കാറ്റർ ടൂളിൻ്റെ തന്നെ ഒരു അഡീഷനാണ് ഈ ഒരു ഫീച്ചർ. ഇതിലിപ്പോൾ ഇത് കറൻ്റ്ലി കണ്ട കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു നാച്ചുറൽ പെർണിയൽ ഫ്ലവർ ബെഡ് ഇത് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ തന്നെ പ്രോംപ്റ്റ് വന്നു താഴെ കണ്ടോ, ഡിസൈൻ എ നാച്ചുറൽ പെർണിയൽ ഫ്ലവർ ബെഡ് ഇൻ സ്വിറ്റ്സർലൻഡ്, അവിടെയുള്ള രീതിയിൽ അവിടുത്തെ ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ലാൻഡ്സ്കേപ്പ് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മേടിക്കേണ്ട പ്ലാന്റ് ചെടികൾ ഓൾറെഡി D5 അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മോഡൽ റെൻഡർ ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒറിജിനൽ നമ്മൾ ഏതാ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചെടികൾ വെച്ച് തന്നെ ഇതിനോട് ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഞാനിതിൽ സ്വിറ്റ്സർലൻഡ് എന്നുള്ളതൊക്കെ ഞാൻ ഈ പ്രോംപ്റ്റ് റൺ ചെയ്യുവാണ്. അപ്പോൾ അതൊന്ന് ലോഡായിട്ട് പ്രോസസ്സായിട്ട് നമുക്കൊരു സ്കാറ്ററിൻ്റെ ഒരു പുതിയൊരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ തരം മരങ്ങളും ചെടികളും വെച്ചിട്ടൊരു സാധനം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് അവർ പറയുക. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻസും എല്ലാം ഉണ്ട്. ഡ്രൗട്ട് ടോളറൻ്റ് ആണോ, വെള്ളം വേണോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് രീതിയിൽ ഞങ്ങൾക്കൊരു സ്കാറ്റർ ടൂൾ കിട്ടുവാണ് ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഓട്ടോ സ്കാറ്റർ എടുക്കുക. എന്നിട്ട് നമുക്കൊരു ഏരിയയിൽ ലെറ്റ്സ് നമ്മുടെ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ആ പ്ലെയിനിൽ ഞാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് അടിക്കുന്നു. ഇനി ഇവിടെ അത് ക്രിയേറ്റ് ആയിട്ട് വരും. കുറച്ച് സമയം എടുക്കും കണ്ടോ, നമുക്ക് ഇവിടെ ലോഡിങ് കാണാൻ. കാരണം ബേസിക്കലി സ്കാറ്റർ ചെയ്യുവാണ്, ഈ ഒരു പ്ലാൻസ് എല്ലാം സ്കാറ്റർ ചെയ്യുവാണ്. നമ്മൾ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്ത കുറേ പ്ലാൻസ് ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഇത് എഴുതി കാണിക്കും. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു എൻ്റെ പ്രൊഡക്റ്റ് എന്താണ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉപയോഗം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് ലോഡായിട്ടത് വരട്ടെ. ഓക്കെ, കണ്ടോ, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നു. കാരണം ഞാൻ എല്ലാ പ്ലാന്റൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഇതിൽ ഞാൻ ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് പോലെ അടിക്കുന്നു, അതൊക്കെ അത് ഡൗൺലോഡ് ചെയ്ത് D5 ഡൗൺലോഡ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് പ്ലാന്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, നമ്മൾ ഈ വെച്ച ചെടികളുടെ ലിസ്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ D5 ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തു. കാരണം D5 ചെടികൾ മരങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒറിജിനൽ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ലാൻഡ്സ്കേപ്പിംഗ് ടീമിൻ്റെ ആയി കൊടുത്തിട്ട് ഈ ചെടികൾ ഇത്ര എണ്ണമാണ് വേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ ദെൻ അതൊരു എന്താ പറയുക, നമ്മുടെ വർക്ക് ഫ്ലോ, നമ്മളെ ഓൺസൈറ്റ് എക്സിക്യൂഷനെ സ്പീഡാക്കുന്നൊരു പരിപാടിയാണല്ലോ. അപ്പം ഇവർ D5 ഉദ്ദേശിച്ചേക്കുന്നത് അത് തന്നെ. ഇപ്പോൾ കണ്ടോ, നമ്മളൊരു ഫ്ലവർ ബെഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനൊരു സാധനം സെറ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ ചെടികളോ പൂക്കളോ വേണം എന്നറിയണമെങ്കിൽ നേരെ ഇവിടെ കണ്ടോ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സൽ ഫയൽ കിട്ടും. കണ്ടോ, സ്മാർട്ട് പ്ലാന്റിംഗ് എന്ന് പറഞ്ഞ എക്സൽ ഫയൽ കിട്ടും. സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു എക്സൽ ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ
നമുക്ക് ഇവിടെ സാധനം കിട്ടി. ഏതൊക്കെ ചെടി വേണമെന്നത് ഒരു എക്സൽ ഫയലായിട്ട് തന്നെ നമ്മളുടെ കയ്യിൽ കിട്ടി. കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു ലാൻഡ്സ്കേപ്പിംഗ് ഫോക്കസ് ചെയ്യുന്ന ഒരു ഫോമാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മരങ്ങളോ ചെടികളോ തന്നെ വെച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ജനറേറ്റ് ചെയ്തെടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് ടീമിന് നേരെ കൊടുക്കാം ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്താണ്. നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ മരങ്ങളുടെയും ചെടികളുടെയൊക്കെ പേരറിയാമെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പം ഞാൻ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ കറൻ്റ് ഞാൻ കൊടുത്തത് ഇവിടെ പോയ ന്യൂ ചാറ്റ്സ് ഉണ്ട്, ഓൾ ചാറ്റ് ഉണ്ട്. ആ ഓൾ ചാറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ മേലെ കാണാം. ഡിസൈൻ എ മിനിമലിസ്റ്റ് ഫ്ലോറൽലെസ്, അതായത് സ്വിറ്റ്സർലൻഡിലേക്ക് വേണ്ടിയാണ് നമ്മൾ എടുത്തത്. നമുക്ക് സ്വിറ്റ്സർലൻഡ് മാറ്റി വേണമെങ്കിൽ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. തന്നെ ഈ സ്റ്റാറ്റർ ഡിലീറ്റ് ചെയ്യാം. ഈ ഏജന്റ് എടുത്തിട്ട് ഒരു ഫ്ലോറലെസ് ഗാർഡൻ ഞാൻ സ്വിറ്റ്സർലൻഡ് മാറ്റിയിട്ട് നമുക്ക് ഇന്ത്യ കൊടുക്കാൻ പറ്റും. നോക്കാം, ഇന്ത്യ അല്ലെങ്കിൽ കേരള കൊടുക്കണോ? അല്ല, ഇന്ത്യ കൊടുക്കും. ഇത് സൺറൈൻ ഹ്യൂമിഡ് കണ്ടീഷൻ ഏതാണ്ട് ഇന്ത്യയുടെ കണ്ടീഷനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. സംതിങ് ഡിഫറെൻറ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളത് അറിയാം. വേറെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഫോട്ടോ സ്കാറ്റർ അടിക്കാം, ഇന്ത്യ ഇവിടേക്ക് അടിച്ചു കൊടുക്കാം, ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്മാർട്ട് പ്ലാന്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒരു മേജർ സംഭവമായിട്ട് തോന്നിയത്, മേജർ അപ്ഡേറ്റിലൊരു മെയിൻ സാധനമാണ് ഈ AI ഏജന്റ്. അപ്പോൾ ഇതിനെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ മെയിനായിട്ട്. പിന്നെ നമുക്ക് വന്നിട്ട് കുറച്ച് ഫീച്ചേഴ്സ് പറയാനുണ്ട്. കുറച്ച് നോട്ടബിൾ ഫീച്ചറുകളുണ്ട്. മെറ്റീരിയലിനെയൊക്കെ PBR മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് നമുക്കതൊക്കെ ഒന്ന് ഇപ്പം തന്നെ ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കാവുന്നുള്ളൂ. ഇതൊന്ന് ഇതോടായിട്ട് വരട്ടെ. ഇന്ത്യ ആയതുകൊണ്ട് ചിലപ്പോൾ കടും പട്ടലമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നോക്കാം. ഇതിൻ്റെ ഈ ഏജന്റിന് തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് തരുന്നത് ഔട്ട്പുട്ടായിട്ട്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ രീതിക്ക് പറ്റിയ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതും പറ്റും. എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് പ്രോംപ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള സ്കാറ്റർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് തന്നെ എക്സ്പോർട്ട് ചെയ്തെടുക്കണമെങ്കിൽ നേരത്തെ ഇതുപോലെ തന്നെ ഇവിടെ എക്സ്പോർട്ട് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സൽ ഷീറ്റായിട്ട് കിട്ടും. ഞാനൊന്ന് റീപ്ലേസ് ചെയ്യാം. പുതിയൊരു എക്സൽ ഷീറ്റ് വന്നിട്ടുണ്ട്, കണ്ടോ? അതാണ് ആ എക്സൽ ഷീറ്റ്. ഇതിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ ചെടികളൊക്കെ അറിയായിരിക്കും. എനിക്കിപ്പോൾ ഇതൊന്നും അറിയില്ല. എന്ന് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ അതാണ് AI ഏജന്റിന്റെ കാര്യങ്ങൾ. AI ഏജന്റിന് നമുക്ക് ഇനി വേണമെങ്കിൽ ചോദിക്കാനുള്ളത് ഇതിൽ ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ. വൈ ഡസ് ദ സ്ക്രീൻ ക്രാഷ് എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, എന്നിട്ടൊന്ന് അയച്ചു നോക്കാം. എന്തുകൊണ്ട് സ്ക്രീൻ നമ്മൾ ക്രാഷ് ആവുന്നതൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാവുന്നുള്ളൂ. പ്രോ വെർഷൻ ഉണ്ടെങ്കിലാണ് AI ഏജന്റ് കിട്ടുള്ളൂ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരമായിരിക്കും. ക്രാഷ് ആവുന്ന എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാന്നൊക്കെ ഗൂഗിളിലൊന്നും ഇനി പോകണ്ട, യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്യേണ്ട, ഇവിടെ തന്നെ ചോദിച്ചാൽ മതി എന്നാണ് D5 പറയുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ യൂട്യൂബ് ചാനലിലേക്കൊന്നും ആവശ്യമില്ലായിരിക്കും. കണ്ടോ, ഇതിൽ അതിനൊരു ഉത്തരം വന്നിട്ടുണ്ട്. നമ്മൾ ChatGPT ഒക്കെ തരുന്നത് പോലെ ഒരു ഉത്തരമാണ് ഇതിൽ കാണുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്, വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. കൂടുതലും സ്കാറ്റർ റിലേറ്റഡ് ആണ്. അങ്ങനെ കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് വേറെ ഒരു മെയിൻ അപ്ഡേറ്റിലെ ഫീച്ചർ നോക്കിയപ്പോൾ കണ്ടത്, നമ്മൾ ഈ അസറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ ഒരു AI മെറ്റീരിയൽ സ്നാപ്പ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് അപ്ലോഡ് ആൻ ഇമേജ് ടു ജനറേറ്റ് PBR മെറ്റീരിയൽ. അതായത് നമുക്കൊരു PBR മെറ്റീരിയൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഇമേജ് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ബ്രിക്കിൻ്റെ ടെക്സ്ചർ ഉള്ളത് എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളിലേക്ക് പോയി, ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബ്രിക്ക് ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇതിന് ഇട്ട് കൊടുത്ത് നോക്കാം. റെഡ് ബ്രിക്ക് ടെക്സ്ചർ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുമായിരിക്കും. കുറച്ച് ഭംഗിയുള്ള കൈൻഡ് ഓഫ് ഒരു നമുക്ക് ഇത് വല്ലതും എടുക്കാം. ഇത് പിന്നെ കാണാൻ ഭംഗിയുണ്ട്. ഞാൻ ജസ്റ്റ് അതിനൊന്ന് സേവ് ഇമേജ് ആസ് അടിക്കുക, സേവ് ചെയ്യാം. ഓക്കെ, D5ലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ സ്നാപ്പ് എടുക്കുന്നു.
ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ലിസ്റ്റിലൂടെ അപ്ലോഡ് അടിക്കുന്നു. ഈ ഒരു മെറ്റീരിയൽ സ്നാപ്പ് എടുത്ത ആ ഒരു മെറ്റീരിയൽ ഓപ്പൺ. നമുക്ക് PNG, JPG, അതേപോലെ BMP, TIFF ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഇമേജ് ഓപ്പൺ ആയി കൊടുക്കുക. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ സാധനങ്ങൾ. ഇനി ഇത് എവിടെ വേണമെന്ന് നമുക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ ഈ ഒരു ആരോ മാർക്ക് എടുക്കുക. ഇപ്പൊ തന്നെ അതൊന്ന് ലോഡായി വരുന്നുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വേണമെന്ന് ചോദിച്ചാൽ നമുക്കത് എന്തായാലും വേണം. ടിക്കറ്റ് കൊടുക്കുവാണ്. ഇപ്പൊ ഇതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ കാണുന്നത്. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. റിസൾട്ടിലേക്ക് പോവാം. ഓക്കെ, ഇതിനെ ഒന്ന് എന്താ പറയാ, ഇതാണ് ഇതിന്റെ പ്രിവ്യൂ ഏജന്റ്. നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൽ പ്രിവ്യൂ വന്നിരിക്കുന്നത് ഇതാണ്. ഇതിനെടുത്ത് ഇടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കട്ടെ. ഇതിന് താഴെയാണ് കാണുന്നത്. ശരിക്കും ഇത് വ്യൂ വന്നില്ല. ഈ ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് വ്യൂവിലില്ല ആക്ച്വലി. ഇവിടെ താഴെയാണ് അതിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത്, അത് കാണുന്നില്ല. അങ്ങനെ നോക്കണമെങ്കിൽ ഉള്ള വഴി ടാസ്ക് ബാർ ഞാനൊന്ന് ഹൈഡ് ചെയ്യട്ടെ. ടാസ്ക് ബാർ ഹൈഡ് ടാസ്ക് ബാർ. ഓക്കെ, കേട്ടോ. ഇവിടെ താഴെ കാണാം ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനാൽ ജനറേറ്റ് അടിക്കണം. ഇപ്പം ആ സാധനം ജനറേറ്റ് ആയിട്ട് വരും. പുതിയ അപ്ഡേറ്റിന്റെ പോരായ്മകൾ കാണുന്നുണ്ട്. അത് ഒപ്റ്റിമൈസ് ആയി വരുമായിരിക്കും. അത് ഹോട്ട് ഫിക്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് അവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അതിൽ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ബ്രിക്ക് ടെക്സ്ചർ നമുക്ക് PBR മെറ്റീരിയൽ ആയിട്ട് കിട്ടുമെന്നാണ് ഇവരുടെ ഒരു നിഗമനം. നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. നമുക്ക് ലോക്കലി അത് ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ ആഡ് ടു ലോക്കൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു സാധനത്തിന് സിമിലർ ആയിട്ട് നമ്മുടെ ഓൾറെഡി ഇന്നതൊക്കെയാണെന്നും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആഡ് ടു ലോക്കൽ ഒന്ന് അടിക്കുകയാണ്. എനിക്ക് എന്തായാലും എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ പിക്ക് ചെയ്യുന്നു. ഇവിടെ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ മതിലിന് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് പോയി നോക്കാം ഇതിൽ ഗുണമുണ്ടോ. ഇങ്ങനെ സ്ട്രെച്ചായി കിടക്കുകയാണ്. നമുക്ക് കാര്യം ചെയ്യാം, ഇതിനൊന്ന് ചെറുതാക്കിയ ചിലപ്പോൾ ഒരുപാട് ചെറുതാക്കിയാലും പ്രശ്നമാണ്. അപ്പം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ റെഡി ആവുള്ളൂ. 0.5 ഒക്കെ ഇട്ട് അതിലും പോയിട്ട് 0.5 പറ്റില്ല, 0.25. ബ്രിക്കിൻ്റെ സൈസിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെയും കൊള്ളാം എന്ന് തോന്നുന്നു അല്ലേ. ഒരു PBR മെറ്റീരിയലായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ബമ്പ് ഏതാണ്ട് കുറച്ചൊക്കെ അറിയുന്നുണ്ട്. ഹൈറ്റ് കുറച്ചിട്ടേക്കുക. ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. നമുക്ക് ദൂരെ നോക്കുമ്പോൾ ബ്രിക്കിട്ട് കെട്ടിയ ഒരു ഫീലിംഗ് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ഞാനിട്ട ടെക്സ്ചറിൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഓട്ടോമാറ്റിക്കലി മാപ്പെല്ലാം വന്ന് റഫ്നെസ് മാപ്പ്, നോർമൽ മാപ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഡാർക്ക് മാപ്പിൾസ് ഒന്ന് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ നോക്കുമ്പോൾ കൊള്ളാം. ബ്രിക്കിന് ടെക്സ്ചർ വീണിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഒറ്റയടിക്ക് PBR മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഇതിൽ ഈ സെറ്റിനകത്ത് വന്നിരിക്കുന്ന മെറ്റീരിയൽ സ്നാപ്പ്. അപ്പോൾ അത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. നേരെ ലോക്കലിലേക്ക് ആഡ് ചെയ്യാം. എവിടെയെങ്കിലും കൊണ്ട് പിക്ക് ചെയ്തിടാവുന്നുള്ളൂ. വളരെ ഈസിയാണ് സംഭവം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ നമുക്കൊരു സ്പെസിഫൈഡ് കണ്ടന്റ് ഏതെങ്കിലും ഏരിയ മാത്രമൊക്കെ ബമ്പ് വയ്ക്കാനൊക്കെയുള്ള ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമുക്കൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. ഇത് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ മെറ്റീരിയൽ സ്നാപ്പിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചർ വന്നിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തത്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ആറൊക്കെ ഇപ്പോൾ ഈ ഒരു ഇരിക്കുന്ന ഒരു പോർഷെ ടർബോ 911 ടർബോ ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ്. ഒരു FBX ഫയലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമ്പോർട്ട് ഫയൽ സപ്പോർട്ടഡ് കണ്ടോ. ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് ഫയൽസ് സപ്പോർട്ടഡാണ്. FBX D5 ആയതുകൊണ്ട് സ്കെച്ചപ്പ് ഉണ്ട്, 3DM, ABC നമ്മുടെ ആനിമേറ്റഡ് ഫയൽ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ഈ OBJ അതുപോലെ AAC, 3ds ഇതൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പം അതൊക്കെ സപ്പോർട്ടറായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് ഫയൽസ്, ഈവൻ GLB, GLTF ഇതൊക്കെ മിക്കപ്പോഴും നമ്മൾ പുറത്തുനിന്നൊക്കെ മോഡൽസ് എടുക്കുമ്പോൾ കാണുന്ന ഫയൽ ടൈപ്സാണ്. അതെല്ലാം സപ്പോർട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തൊക്കെ നോക്കണം എത്രത്തോളം
ഇതിൻ്റെയൊക്കെ ഒരു പവർ എങ്ങനെയാണെന്നുള്ളതൊക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും മേജറായിട്ട് തോന്നുന്നത് ഈ .abc എന്നുള്ള ഫയൽ ആനിമേറ്റഡ് ഫയലാണ്. നമ്മൾ കാറൊക്കെ 3ds മാക്സിലൊക്കെ ആനിമേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫയലിൽ കാറുകൾക്ക് ഒറ്റ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കാറിന് ആ കളറായിട്ട് മാറുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ അപ്ഡേറ്റിൽ അതിനും ഫിക്സ് വന്നിട്ടുണ്ടെന്നാണ് കണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കണം. അപ്പോൾ ഞാനൊരു ആനിമേറ്റഡ് കാറിൻ്റെ ഒരു ഫയൽ എടുത്തിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ നമ്മളൊരു ABC ഫയൽ ഉണ്ട്, ഒരു കാർ ആനിമേറ്റഡ് കാറിൻ്റെ ഒരു ഫയൽ നമുക്കൊന്ന് ഇമ്പോർട്ട് അടിച്ചിട്ട് ആ കാറ് ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ കാറാണ് കാണാം. .abc ആണ് ഈ ഫയല്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബ്ലെൻഡറിൻ്റെ ഫയല് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ, BLEND എന്ന് പറഞ്ഞ ഇല്ല. പക്ഷെ ബ്ലെൻഡറിൻ്റെ ഫയൽ നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. ABC തന്നെയാണ്, പക്ഷെ ഞാൻ ബ്ലെൻഡറിനകത്ത് ഇട്ട് ABC ആക്കി കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് ഇതിലൊന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി തന്നെ. ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. എന്നാലും ഇപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏത് കാറാണെന്നും എനിക്കൊരു ഐഡിയ ഇല്ല, എന്താണെങ്കിലും ഒന്ന് നോക്കട്ടെ. പണ്ടെപ്പോഴും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. എന്തായാലും അതിൽ ലോഡായിട്ട് തന്നെ സമയം എടുക്കുന്നുണ്ട്. ഇപ്പോഴും അത് അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. 30 MB ഉണ്ട് പക്ഷേ ആ ഫയല്. എന്നാലും ഇത്രയും നേരം എടുക്കേണ്ടതല്ല, കാരണം പോർഷെ ചിലപ്പോൾ അതിലും കൂടുതൽ സൈസുള്ള പോർഷെ ആയിരുന്നു .fbx ഫയൽ വന്നത്. എന്തായാലും നോക്കാം. ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. 25, 77, 80 അപ്ലോഡ് ഈവൻ ഇമ്പോർട്ട് ആയാൽ തന്നെ കാറിൽ മെറ്റീരിയൽ മര്യാദ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെന്നായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഞാൻ ഫയലൊന്നെടുത്ത് നോക്കട്ടെ എന്താണെന്ന്. കാണുന്നേ ഇല്ല ഇവിടെ, ഇപ്പം എനിക്ക് വ്യൂ ഇല്ല. അവിടെ കൊണ്ട് വെച്ചാണ് ചെറിയൊരു കുഞ്ഞു കാറായിട്ടാണ് ഇരിക്കണേ. സ്കെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്, സൈസ് ഇല്ല. 1000 ഇടാം, 1000 വേണ്ട, 2000 ഇട്ടോക്കാം. ഇപ്പം അത് എവിടെയോ പോയി. 2000 ഇട്ടപ്പോൾ അവിടെ പോയി. അതാണ്ട് എടുക്കണം, അതാണ് വണ്ടി. എൻ്റെ BMW ഒരു സംഭവമാണ്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് മാറി കിടക്കണം എപ്പോഴും. അതെ, കോർഡിനേറ്റ്സ് മാറി കിടക്കാറില്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്തായാലും ഇതിപ്പോൾ കാറിങ്ങനെ വന്ന് ഓടിപ്പോക്കോളും. 3ds മാക്സിൽ ആനിമേറ്റ് ചെയ്താണ്, പക്ഷെ എൻ്റെ ആവശ്യം അതല്ല, മെറ്റീരിയൽ ഇടാൻ പറ്റില്ല. ഞാൻ പോസ് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ പിക്കർ എടുത്ത് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, കണ്ടോ ഇപ്പോൾ എല്ലാം സെറ്റായി. ഇൻഡിവിജ്വലി നമുക്ക് കളറ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ അങ്ങനെ പറ്റില്ല. ഞാൻ ഒരു ക്ലിക്കിന് ഈ കാറിൻ്റെ ഫുൾ കളർ മാറുമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ആക്കാം, റഫ്നെസ് കുറയ്ക്കാം, കാർ പെയിൻ്റ് ആക്കി മാറ്റാം. ഓക്കെ, ഞാൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാം. അതുമല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നണം ഓൾറെഡി നമുക്ക് ഈ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കിട്ടും. ഇതിപ്പോൾ ഈസിയായി. ഇതിപ്പോൾ നമ്മൾ നോർമലി 3ds മാക്സിലൊക്കെ ടെക്സ്ചർ ചെയ്യുന്ന പോലെ നമുക്ക് ടെക്സ്ചർ ചെയ്തെടുക്കാവുന്നുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഫിക്സ് ആണ്, ഇതൊരു മേജർ ഫിക്സ് തന്നെയാണ്. ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ മിക്കവാറും ഇടേണ്ടി വരും, കാരണം ഇത് കുറച്ച് ഗ്ലോബലി പ്രശ്നമുള്ളൊരു ഇഷ്യൂ ആണിത്. ഇവിടെ എന്തോ ഒരു പ്രശ്നം കണ്ടല്ലോ കാറിനകത്ത്. ഓക്കെ, ഗ്ലാസ് വീണ്. ഇനിയിപ്പോൾ നമുക്കെല്ലാം ചെയ്യാം, വളരെ എളുപ്പമായി. അപ്പോൾ ഇതൊരു മേജർ ഫിക്സ് ആയിട്ട് തന്നെ നിങ്ങൾ കാണണം. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു ABC ഫയലിൻ്റെ ഒരു ഫിക്സ് എന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം. മെറ്റീരിയൽ ആഡ് ചെയ്യാനൊക്കെ പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു മേജർ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനായിട്ടുള്ളത്, നമുക്ക് നേരത്തെ പാത്ത് ട്രേസിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മളിവിടെ മെനുവിൽ പോയി കഴിഞ്ഞാൽ പ്രിഫറൻസിനകത്ത് റെൻഡറിങ്ങിൽ പാത്ത് ട്രേസിംഗ് ഉള്ള ഓപ്ഷൻ ഓൺ ആക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അത് നിങ്ങൾ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, പെർമനൻ്റ്ലി അത് ഓൺ ആണ്. കാരണം അതൊരു മെയിൻ ഫീച്ചറായിട്ട് D5 വരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഓൺ ചെയ്യാൻ നിൽക്കണ്ട, എപ്പോഴും അത് റണ്ണിങ് ആയിരിക്കും. നിങ്ങളൊരു ലെഗസി D5 എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിനകത്ത്. എന്താ വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം കുറച്ച് ഹെവി ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ കിട്ടാൻ, ഏറ്റവും ഷോർട്ടാക്കി പറഞ്ഞാൽ കുറച്ച് ആയാസമില്ലാണ്ട് വർക്ക് ചെയ്യുക. പക്ഷേ അതൊന്നും ചെയ്യേണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, ഇറ്റ് വിൽ ബി റിമൂവ്ഡ് ഇൻ ഫ്യൂച്ചർ റിലീസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു മെയിനായിട്ട് വന്നൊരു ഫീച്ചർ. അതായിരുന്നു നമ്മുടെ പാത്ത് ട്രേസിംഗ് പെർമനൻ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേജ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു മാക്സ് ഡീറ്റെയിൽ ബീം സ്റ്റേജ് ലൈറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സിൽ എന്തോ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു വലിയ ഐഡിയ ഇല്ല. എന്നാലും അതിൻ്റെ
എന്തോ ഒരു ലൈറ്റ് അടിക്കുന്ന ലെങ്ത് ഒക്കെ എന്തോ കൂട്ടുമോ അങ്ങനെ സംഭവമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ജനറൽ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല അപ്ഡേറ്റിൽ. ഇത് കോമ്പാക്റ്റബിലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഇതൊക്കെ കാണാം. പിന്നെ കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രഷ് ടൂള് ഒക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കസ്റ്റം പാത്ത് നമുക്ക് വന്നിട്ടുണ്ട് ബ്രഷ് ടൂളിന്. നേരത്തെ നമുക്ക് കസ്റ്റം പാത്ത് ഉണ്ടായില്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് നമ്മൾ കാറിനൊക്കെ പാത്ത് വരയ്ക്കുന്നല്ലോ. ഞാൻ കസ്റ്റം പാത്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കണ്ടന്റ് എന്തിനാണ് ഇതിൽ ഓടിക്കേണ്ടതെന്ന് അവർ ചോദിക്കുക. എന്തിനു വേണമെങ്കിലും നമുക്കിപ്പോൾ ഒരു പാത്തിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കാണെങ്കിൽ ഈ ഒരു ചെയറൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോലെ ഇങ്ങനെ പാത്തിലൂടെ ഓടിക്കാന്നാണ് തോന്നുന്നത് ഇപ്പോൾ. കാരണം നേരത്തെ കാറ് അല്ലെങ്കിൽ ഈ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഞാൻ ഡൺ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ മരങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാവും, ഒരുപാടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, അതായത് ഇപ്പം എന്ത് വേണമെങ്കിലും ഒരു പാത്തിലൂടെ ഓടിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. കസ്റ്റം പാത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണത്. പിന്നെ ഒരു അഡ്വാൻസ്ഡ് ബ്രഷ് ടൂള് നമുക്കിവിടെ കാണാം. അഡ്വാൻസ്ഡ് ബ്രഷ് ടൂൾ വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് ചെടികളൊന്നും എടുത്ത് നോക്കട്ടെ. എനിക്ക് അഡ്വാൻസ്ഡ് ബ്രഷ് ടൂൾ എനിക്ക് തോന്നുന്നു ചെടികൾക്ക് മാത്രമല്ല എന്തിനേയും നമുക്ക് ബ്രഷ് ചെയ്യാമെന്ന് തോന്നുന്നത് അല്ലേ. അത് തന്നെ കണ്ടോ, ഏതൊരു അസറ്റ് ലൈബ്രറിയിലുള്ള ഏതൊരു മോഡലിനെയും എടുത്തിട്ട് നമുക്ക് ബ്രഷ് ടൂൾ വെച്ചിട്ട് ഒരു പോയിന്റിൽ അടിച്ച് വെക്കാൻ പറ്റുന്നുള്ളത്. അത് കസ്റ്റം പാത്ത് പോലെ തന്നെ വേണമെങ്കിൽ എനിക്ക് ചെയർ ഞാനിവിടെ ആഡ് ചെയ്ത് നോക്കട്ടെ. ചെയർ ഇല്ല, നമുക്ക് പ്ലാന്റ്സ് തന്നെ വേണം അല്ലേ. പ്ലാന്റ്സ് തന്നെ വേണമെന്ന് തന്നെ പറയണം, ചെയർ പറ്റില്ല. നേച്ചർ ആൻഡ് സ്കാറ്റർ അസറ്റ്സ് മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും തന്നെ എടുത്ത് നോക്കാം. ഈ ഒരു ലില്ലി എടുത്തിട്ട് റേഡിയസ് ഒക്കെ വേണമെങ്കിൽ കൂട്ടിയൊക്കെ കൊടുക്കാം. കണ്ടോ, കുറേ ലില്ലി അവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിനെ ഇറേസ് അടിച്ചിട്ട് വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കളയാവട്ടെ. കുറച്ച് ഭാഗമൊക്കെ ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം. അല്ലേ, നേരത്തെ ഉണ്ടായിരുന്ന തന്നെ ഒന്ന് അവർ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവന്നുള്ള കസ്റ്റം ബ്രഷ് ടൂള്. അപ്പം അതാണ് പിന്നീട് വന്നിരിക്കുന്നത്. വേറെ ഒന്നും തന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു പുതിയൊരു ഫീച്ചറുകൾ. ഇതിനകത്താണെങ്കിലും തന്നെ ഒന്നുമില്ല. ലൈറ്റിനകത്ത് വന്നിരിക്കുന്നത് ഒരു പുതിയ സാധനം ഡിസ്ക് ലൈറ്റാണ്. നമുക്ക് മനസ്സിലാവും, ഒരു വട്ടത്തിൽ റെക്ടാങ്കിൾ ലൈറ്റിന് പകരം ഒരു സർക്കുലർ ഏരിയയിൽ അടിക്കുന്ന ഡിസ്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. അതില് ഇങ്ങനൊരു സംഭവം പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഡിസ്ക് ലൈറ്റ്. ഇതിൽ IS ഇൻറ്റൻസിറ്റി കാരണം വന്നിട്ടുണ്ട്. ഓരോ ലൈറ്റിനും ശരിക്കും ഒരു IS വാല്യൂ ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഇതിനകത്ത്. അതിന് ഇൻറ്റൻസിറ്റി സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ. അപ്ലൈ IS ഇൻറ്റൻസിറ്റി. ഇതൊക്കെ നമുക്ക് ഒന്നുകൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനങ്ങളാണ്. ഞാൻ ജസ്റ്റ് അപ്ഡേറ്റിൽ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ട് പോയിട്ടുണ്ട് ഇത്. പക്ഷേ മേജർ അപ്ഡേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് ഈ AI ഏജൻറ്റ് വന്നത്, രണ്ടാമത്തത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഫയൽസ് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ .abc ഫയലിനെ മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ള അതിനൊരു ഫിക്സ്, ഈ കാർ അതിനുള്ളൊരു ഉദാഹരണമാണ്. ഫിക്സ് വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെയുള്ളത് അസറ്റിനകത്ത് നമ്മൾ മെറ്റീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ AI മെറ്റീരിയൽ സ്നാപ്പ് വഴി നമുക്ക് ഏതൊരു മെറ്റീരിയലും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പുറത്ത് നെറ്റിലൊക്കെ കാണുന്ന ഒരു മെറ്റീരിയലിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഈ പാത്ത് ടൂളിനകത്ത് എന്തൊരു സാധനം പാത്ത് വഴി അടിച്ചുവിടാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ പാത്ത് ട്രേസിങ് ഇപ്പോൾ പെർമനൻ്റ് ആണ്. എല്ലാ ഒരു സെറ്റിങ്ങിലും പാത്ത് ട്രേസിങ് ഓൺ ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ സെപ്പറേറ്റ് പോയി ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഡിഫൈലൻഡറിൻ്റെ 2.11 എന്ന് പറയുന്നതിൽ വന്നിരിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അതൊക്കെയാണ്. പിന്നെ ഉള്ളത് ഈ ഒരു D5ൻ്റെ ലോഞ്ചർ, നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ ഒരു ലോഞ്ചർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെസ്റ്റിംഗ് വീഡിയോസ് ഇനിയുള്ള ഇതിൽ കാണാവുന്നതാണ്. ഓരോ ടൂൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതും ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.